മറ്റേ അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യം എങ്ങനെയാ? ഏത് അഡ്മിഷന് വേണ്ടിയുള്ള പപ്പായോട് നീ ചോദിച്ചോ? പപ്പ സമ്മതിക്കുന്നില്ലമ്മേ. ഇതിന് സ്കോപ്പ് ഇല്ല, മെഡിക്കൽ ഫീൽഡിൽ വല്ലതും പോകാനാണ് പപ്പ പറയുന്നത്. പക്ഷെ എനിക്ക് മെഡിക്കൽ ഫീൽഡിനോട് താല്പര്യമില്ല. പപ്പ എൻട്രൻസ് നീറ്റ് റിപ്പീറ്റ് ചെയ്യാനൊക്കെ പപ്പ പറയുന്നു. സ്കോപ്പുള്ളതിനല്ലേ പോകേണ്ടത്. മെഡിക്കൽ ഫീൽഡൊക്കെ ആകുമ്പോൾ ബി ഫാർമയോ അതുപോലെ നഴ്സിങ്ങോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ. അതിനോടൊന്നും താല്പര്യമില്ല. എനിക്ക് കെമിസ്ട്രി ഒന്നും ഇഷ്ടമല്ല. എനിക്ക് IT ഫീൽഡിലോട്ട് പോകാനാണ് ഇഷ്ടം. അങ്ങനെ പറഞ്ഞു നോക്കൂ. അത് പപ്പായോടും കൂടെ പപ്പായുടെ താല്പര്യം കൂടെ നോക്കണ്ടേ? പപ്പയാണോ ജോലി ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയല്ലേ ഞാൻ ചെയ്യണ്ടേ? നാളെ സ്കോപ്പുള്ള കാര്യങ്ങൾ നാളെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ഓരോ ഇത് നമുക്ക് ജോലി സാധ്യത ചെയ്തില്ല കൂടുതലുള്ളത് നോക്കി വേണ്ട ഒരു ഇത് ചെയ്യാനായിട്ട്. 2 വർഷം പോയിട്ട് അയ്യോ ഇത് വേണ്ട, ഈ കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ 2 വർഷം വെറുതെ പോത്തില്ലേ? ഇല്ലമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇപ്പൊ നഴ്സിംഗ് ഞാൻ ഇഷ്ടപ്പെടാതെ പോയിട്ട് 2 വർഷം കളയേണ്ട വന്നാലോ? നീ എന്തുവാ പറയുന്നത്? എനിക്ക് IT ഫീൽഡിൽ വല്ലതും പോയാൽ മതി. മെഡിക്കൽ ഫീൽഡ് ആകുമ്പോ എന്നും ജോലി ഉള്ളതാ, എപ്പോ വേണേലും ജോലിയുണ്ട്. IT ഫീൽഡിലുണ്ടല്ലോ ഓരോ ദിവസം ഓരോന്നും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുമല്ലേ. ഒന്ന് പറയാമോ പപ്പ അടുത്ത്? നീ തന്നെ നിനക്ക് ഫോൺ ഉണ്ടല്ലോ, നീ ഫോണിലൊക്കെ വിളിച്ചു ചോദിക്കും. സ്കോർ ഇത്രയും കിട്ടിയത് അബദ്ധമായെന്ന് പറഞ്ഞിരിക്കുക. സ്കോർ കിട്ടിയോണ്ട് എനിക്കിപ്പോ എവിടെയെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. മെഡിക്കൽ ഫീൽഡ് നോക്കാതല്ലേ നല്ലത്. എനിക്ക് ഇഷ്ടമല്ലമ്മേ. എന്തുകൊണ്ട് ഇഷ്ടമല്ല? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിനോ റോബോട്ടിക്സോ പഠിക്കാൻ. ഇപ്പൊ നേഴ്സ് ആണേലും അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. UK-ലും ഒക്കെ നല്ല ജോലി സാധ്യതയുണ്ട്. ഇതിൽ പോയാലും കിട്ടും. എനിക്ക് റോബോട്ടിക്സോ AIയോ സൈബർ സെക്യൂരിറ്റിയോ എല്ലാം പഠിക്കാൻ ആഗ്രഹം. നമുക്ക് വൈകിട്ട് പപ്പ വിളിക്കുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് അത് തീരുമാനം എടുക്കാം. എൻ്റെ ഇതില് മെഡിക്കൽ ഫീൽഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ഫാർമസി പഠിച്ചാലും മതി. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ആണെങ്കിലും. അല്ലെങ്കിൽ പിന്നെ ഞാൻ BSc സൈക്കോളജിയോ BA ഇംഗ്ലീഷോ ഒക്കെ വല്ലതും പഠിക്കും. എനിക്ക് BA ഇംഗ്ലീഷിനോട് നല്ല താല്പര്യമുണ്ട് അമ്മേ. BA ഇംഗ്ലീഷ് ജേർണലിസം ഒക്കെ. അതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പും വെക്കാനായിട്ട്. കൂട്ടുകാർ പോകുന്നു, അവർ പോകുന്നു, ഇവർ പോകുന്നെന്ന് പറഞ്ഞ് ഓരോ കോഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് 2-3 മാസം തന്നെ പോയിട്ട് നീ മറ്റേ പഴയ കോഴ്സിന് പോയത് കൂട്ടായി പോകരുത്. പഴയ ഒന്നിന് പോയിട്ട് പറഞ്ഞില്ല എനിക്കത് വേണ്ട, ഞാൻ സൈക്കോളജി എടുക്കുവാന്ന് പറഞ്ഞ് നിർത്തിയില്ല ആ കോഴ്സ്. അതുപോലെ ആകരുത്, ഇനി എടുക്കും. അതുകൊണ്ടാണ് പപ്പ പറയുന്നത്. അത് നീ തന്നെ പപ്പയോട് റിക്വസ്റ്റ് ചെയ്യും. പപ്പ എനിക്കിതാ ഇഷ്ടം, പപ്പ എന്തായാലും സമ്മതിക്കുമെങ്കിൽ ഓക്കെ. നീ ഒന്ന് ചോദിക്കും. വൈകിട്ട് വിളിക്കുമ്പോൾ ചോദിക്കാം. ഇത് പുതിയ പുസ്തകമാണ്. ഇത് ഹൗ മെനി ട്രീസ് ആർ ദെയർ ഓൺ റോ? എത്ര ഉണ്ട്? 1 റോയിൽ അമ്മേ പപ്പ വിളിക്കട്ടെ? വിളിച്ചു ചോദിക്കേ പപ്പ എന്താ പറയുന്നത്. വായിച്ചു. ഹലോ അപ്പ, എങ്ങനെ അപ്പ അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യം? മറ്റേ എഞ്ചിനീയറിങ്ങിനോ സൈബർ സെക്യൂരിറ്റി ആയി അതെല്ലാം അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യമാണ് അപ്പ. നീറ്റിന്റെ റിസൾട്ട് വന്നു. ആ സ്കോർ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല അപ്പ. പ്ലീസ് പപ്പ, പ്ലീസ്. എനിക്ക് കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് പോകാനാണ് പപ്പ താല്പര്യം. പപ്പ അവിടെ വിളിച്ച് അഡ്മിഷനും എടുത്തത്. മറ്റന്നാൾ നമ്മൾ രണ്ടുപേരും കൂടെ പോയി അവിടെ എന്റെ ഡോക്യുമെന്റ്സും കൂടെ കൊടുത്ത് അഡ്മിഷൻ തീരുമെന്ന്. മെഡിക്കൽ കോളേജിൽ പപ്പ അഡ്മിഷൻ എടുത്തത്. ഹോസ്റ്റലും എല്ലാം സെറ്റ് ആക്കിയത്. പക്ഷെ എനിക്ക് ഇതിനോട് താല്പര്യം അമ്മേ. നീ ചെല്ലുമ്പോഴല്ലേ അറിയാവുന്നത് നീ ഉദ്ദേശിക്കുന്നോട്ടാണ്. നീ പെണ്ണുങ്ങൾ തന്നെ നേഴ്സിംഗ് ജോലി ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് നിനക്ക് ഇത് തോന്നുന്നത്. ചെന്ന് നോക്ക്. ചെന്ന് കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ മനസ്സിലാവും. പഴയ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കൂട്ടുകാരെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിനക്ക് ഇതാവും. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. റിസൾട്ട് വന്നോടാ? 6 വിഷയം പോയി. 6. ഞാൻ അന്നേ പറഞ്ഞില്ല എനിക്ക് ഇതിനോട് താല്പര്യം ഇല്ലെന്ന്. എനിക്ക് IT ഫീൽഡിലോട്ട് പോകാൻ താല്പര്യം ഞാൻ അമ്മയുടെ 100 തവണ പറഞ്ഞില്ലേ. ഈ പപ്പയും അമ്മയും കൂടെ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പോകും. ശരി.
എനിക്ക് ഞാൻ പറയാം, എനിക്ക് ഈ കോളേജ് ഞാൻ ഇനി പോകത്തില്ല. പിന്നെ എനിക്കറിയത്തില്ല, ഇനി ഞാൻ നിർത്തുക, അത്രേ ഉള്ളൂ.